അക്ഷരശ്ലോകത്തിന്റെ വഴിയെ നടക്കുന്ന അമ്മയെയും മകളെയും കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. തുടർച്ചയായി 5 വർഷം അക്ഷരശ്ലോകത്തിൽ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ ആളാണ് ഇന്ന് അധ്യാപിക കൂടിയായ ആർ രാധിക. മകൾ അഗജ സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കാനെത്തുന്നത് 2ാം തവണയാണ്. ഒമ്പതാം ക്ലാസ്സുകാരിയായ മകൾ അഗജ വേദിയിൽ അക്ഷരശ്ലോകം ചൊല്ലുമ്പോൾ രാധികയുടെ മനസ്സിൽ ഒരു കലോത്സവകാലം നിറയുന്നുണ്ട്. (2001) മുതൽ 2005 വരെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട് രാധിക. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഗ്രേഡല്ല സ്ഥാനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വാശിയേറിയ മത്സരവുമായിരുന്നു. എഴുത്തിനിരുത്തുന്നതിനൊക്കെ മുൻപ് തന്നെ ശ്ലോകങ്ങൾ കാണാതെ പഠിച്ച് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. 1ാം ക്ലാസ് ആ സമയത്തൊക്കെ മത്സരങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ പങ്കെടുത്തു തുടങ്ങി. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചെറുതാകുമ്പോൾ തൊട്ട് ഇങ്ങനെ അമ്മ ശ്ലോകം ചൊല്ലണതൊക്കെ കേട്ടിട്ടാണ് പഠിച്ചിരുന്നത്. ആദ്യം വി രാമചന്ദ്രയ്യർ മാഷടുത്ത് ഒഫീഷ്യലായിട്ട് പഠിക്കാൻ തുടങ്ങി. വല്ലാതെ അങ്ങനെ എല്ലാവരോടും മത്സര ബുദ്ധിയൊന്നും ആർക്കില്ല, എല്ലാവരും ഫ്രണ്ട്സാണ്. പിന്നെ അത് അമ്മയും മാഷും ഒക്കെ പ്രോത്സാഹനം. ഒറ്റപ്പാലത്തിനടുത്തുള്ള ചുനങ്ങാട് AVHSS സ്കൂൾ അധ്യാപികയാണ് രാധിക. അഗജ ഇതേ സ്കൂളിൽ പഠിക്കുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല ജില്ലകളിലും മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്. പല സമിതികളിലും ഇത് അഭ്യസിപ്പിക്കുന്നുണ്ട്. പല സമിതികളും മത്സരങ്ങൾ നടത്താറുണ്ട്. അത്തരത്തിലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കുകൊള്ളാറുണ്ട്. കഴിഞ്ഞ തവണ അഗജയ്ക്ക് A ഗ്രേഡ് നേട്ടം. ഇത്തവണയും അതാവർത്തിച്ചു. ചുനങ്ങാട് അമൃതഭാരതി അക്ഷരശ്ലോക സമിതി ആചാര്യനായ വി രാമചന്ദ്ര അയ്യരാണ് ഇരുവരെയും പരിശീലിപ്പിച്ചതെന്ന പ്രത്യേകതയുമുണ്ട്. കഥകളിപ്പദം, ശാസ്ത്രീയ സംഗീതം എന്നിവയിലും പഠനം തുടരുകയാണ് അഗജ. വില്ലുദ്രുമത്തിൽ അമിതാണ് പിതാവ്, സഹജ സഹോദരിയാണ്. ഒരു കാലത്തും നിൽക്കുന്ന ഒന്നല്ല, അതായത് കഴിഞ്ഞു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് നമ്മളുടെ മരണം വരെയും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും കഴിയാത്ത ഒന്നാണ് ശ്ലോക പഠനം എന്ന് പറയുന്നത്. ബിനേഷ് ബാബുരാജിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.